അടിപൊളി. ചോർദാറ് വാഴപ്പഴത്തിന്റെ തോല് കൊണ്ട് ട്രെഡ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നു. എടാ ഞാൻ ചമ്മിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഓടുകയൊന്നും അല്ല. എന്റെ കിറ്റി, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? ഇല്ല. കിറ്റി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ശനിയാഴ്ച കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വരുന്നത് ഞായറാഴ്ചയാണ്. കിറ്റിയോട് എന്തിനാ ചോദിക്കുന്നത്? വീണത് ഞാനാണ്. സർ, അങ്ങേക്കൊന്നും പറ്റിയില്ലല്ലോ? മഴ കഴിയുമ്പോൾ വരും നല്ല മഴവിൽ. ചെറുതായിട്ടൊരു വേദനയുണ്ട് എന്റെ നടുവിൽ. അടികൈ. സോർദാർ, ഇദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവരികയായിരുന്നു. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്ത് കൂട്ടിയത്? അത് പിന്നെ കിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാ. വരൂ, ഗാർഡനിലേക്ക് പോകാം. ഞാൻ കളിച്ചു തരാം. വേഗം നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഇതിന്റെ മുകളിലുള്ള കാർ ഇവിടെ കാണാനില്ല. അല്ല ഹണി, ഇത് ഐ വോക്കാണ്. അതിന്റെ റിമോട്ട് എനിക്കൊന്ന് തന്നേ. ദേ, ഇതിനകത്ത് കാല് കയറ്റി കഴിഞ്ഞാൽ പിന്നെ താഴെ വീഴുകയില്ല. വേഗം വേഗം ഒന്ന് തയ്യാറായിക്കോ. ഈ ഐ വോക്കിനെ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇത് വെച്ച് മുന്നോട്ട് പോകാം, പിന്നോട്ട് പോകാം. 360 ഡിഗ്രിയിൽ നമുക്ക് കറങ്ങുകയും ചെയ്യാം. അതുകൊണ്ട് ഈ 4 ഐ വോക്കും നിങ്ങൾക്കുള്ളതാണ്. ഇതാണ് അതിന്റെ റിമോട്ട്. ഇതാണ് മാസ്റ്റർ ബട്ടൺ. 4 പേരെയും ഒരേ സമയം കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ ഈ ബട്ടൺ തനിച്ച് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. വരൂ, നമുക്ക് എന്നാൽ പോകാം. കല്ലില്ലാതെ മാങ്ങ എറിയാൻ എന്തിനാണ് ചെന്നത്? ഇതിൽ താങ്ക്സ് പറയാൻ ഇപ്പൊ എന്താണുള്ളത്? അടികൈ. അങ്ങ് ഞങ്ങൾക്കൊരു വലിയ സംഭവമാണ് ഗിഫ്റ്റ് തന്നത്. അതിന് പകരമായി അങ്ങേക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. എന്താ? കവിതാ പുസ്തകം. വൈകുന്നേരമായാൽ മാനം എപ്പോഴും ചുമപ്പാണ്. ഹണി, നീ ഇന്നെന്റെ ഹൃദയം കവർന്നിരിക്കുകയാണ്. അടികൈ. ബൈ ബൈ, ഹാവ് ഫൺ. ആ റിമോട്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഐവാക്കിൽ അവന്മാര് കളിക്കൊന്നുമില്ല, നമ്മൾ അവരെ കളിപ്പിക്കാം. ഇതൊട്ട് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഞാനെന്തെങ്കിലും ചെയ്യാം, നീ നിക്കേ. എന്താ ഇപ്പൊ പോകാമോ? എന്നാ പോകാം. എനിക്കിപ്പോ കൺട്രോൾ ചെയ്യാൻ കഴിയും. ലാ ലാ ലാ, അടിപൊളി. പോപ്പട്ടെ, ഇനി റിമോട്ട് എന്റെ കയ്യിലേക്ക് താ, ഞാൻ ഓടിക്കാം. റിമോട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം നിന്റെ തലയ്ക്ക് കൺട്രോൾ വേണം. ഇത് നിന്നെ കൊണ്ടൊന്നും ഓടിക്കാൻ കഴിയില്ല. ഒന്ന് പോടേ. എന്നെ കളിയാക്കാണോ നീ? കണ്ടോ, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കാരണം അവൻ ദേഷ്യപ്പെടുത്താ പോവുകയാണ്. അവൻ ദേഷ്യം പിടിച്ചല്ല പോയത്, ബട്ടൺ പ്രസ് ആയപ്പോ പോയതാ. ഇപ്പൊ തന്നെ റിവേഴ്സ് കൊണ്ടുവരാം. അല്ല, ഇതില് സ്പീഡ് എങ്ങനെയാ കുറയ്ക്കുക? ചിലപ്പോ ഇതായിരിക്കും. അയ്യോ അല്ല, ഇത് കറങ്ങുകയാണല്ലോ. എന്നാ പിന്നെ ഇത് നോക്കാം. അയ്യോ, ഇത് നമ്മുടെ അടുത്തൊക്കെ വരുന്നത്. അയ്യോ, ഇത് തന്നെ ഞാൻ ആഗ്രഹിച്ചത്. കിട്ടിപ്പോയി റിമോട്ട്. നമ്മുടെ കയ്യിൽ റിമോട്ട് ഇല്ലല്ലോ, പിന്നെ ആരാ ഇതിനെ ചലിപ്പിക്കുന്നത്? ഞാൻ തന്നെയാ. എല്ലാവർക്കും ഞാൻ പണി വെച്ചിട്ടുണ്ട്. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. എന്താ ചേട്ടോ, ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടേ? എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതല്ലേ? എടാ കഴുതേ, മണ്ടത്തരം പറയല്ലേ. എടാ, എന്റെ കാശ് തന്നിട്ട് പോ. ഇനി വണ്ടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ തന്നെ അങ്ങ് കിടന്നോളാം. എനിക്കൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. നീ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം കൺട്രോളേ അവന്റെ കയ്യിലാ. സണ്ണേ, ഞാനൊന്ന് ഇതിനകത്തൊന്ന് ഇറങ്ങി കഴിഞ്ഞ
പിന്നെ നിന്റെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റില്ല. അയ്യാ, നീ പൂച്ചയാണെന്നുള്ള കാര്യം മറക്കരുത്. സംശയമുണ്ടോ? എടാ, നീ എന്നെ വരട്ടെന്നോ? നിന്നെ ഞാൻ അയ്യോ, ഇന്നത്തോടെ എന്റെ പണി തീർന്നു. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. സിഗ്നലും കടന്നു കളഞ്ഞല്ലോ. എന്തൊരു വിശപ്പാ. ആഹാരം വന്നു. മുന്നിൽ കാണുന്ന കൊച്ചളിയാ ഇപ്പൊ റിവേഴ്സിലാ പോകുന്നത്. എടാ, ഏത് കളി കളിച്ചാലും കിട്ടാത്ത രസമാണ് ഇവരെ ഇങ്ങനെ കളിപ്പിക്കുന്നത്. വേഗം ആ കയറി പിടിക്കാൻ നോക്ക്. എടാ, എലി കരണ്ട് മുറിക്കുകയാണ്. സഹോദര എലിക്കുട്ട, ഇനി അങ്ങോട്ട് പൂച്ചയായിരിക്കില്ല എലിയുടെ ശത്രു. തത്തമ്മയായിരിക്കും എലിയുടെ ശത്രു. സംശയട്ടോ? ഇതെന്താ കേട് പറ്റിയ? ചിലപ്പോ അതിലുള്ള ബാറ്ററി തീർന്നു പോയിട്ടുണ്ടാവും. അപ്പുറത്തുള്ള ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് വേഗം മാറ്റിടാൻ നോക്ക്. ഇതെല്ലാം നിങ്ങളുടെ തെറ്റാണ്. ഞാൻ മണ്ടത്തരം പറയുമ്പോ എന്റെ വാ പൊത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. കുട്ടികളെ, ജലത്തിൽ ജീവിക്കുന്ന 3 ജീവികളുടെ പേര് പറയൂ. ഈ ഉത്തരം തെറ്റാണ്. നീ തീർച്ചയായിട്ടും ഫെയിലാ. ആൻഡ് ദ സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ ഈസ് മുന്നു. ആ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. വേഗം തിരിഞ്ഞോ. എടാ, ക്ഷമിക്കടാ, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാ. എടാ, അറിയാതെ ചെയ്തു പോയതാ. കുട്ടികളെ പോലെ വിചാരിച്ച് ഞങ്ങളൊക്കെ ക്ഷമിച്ചേക്കേ. അയ്യോ, ഇനി ഞങ്ങളടുത്ത് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം, മനസ്സിലായോ? അടിപൊളി.